ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ആരംഭിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പെട്ടെന്ന് സിറ്റിയിലെ ഒരു 3 ആൾക്കാര് ഏകദേശം ഒരേ സമയത്ത് മരണപ്പെടുന്നു. വളരെ ദാരുണമായ മരണം, കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. 9 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അതേപോലുള്ള മരണങ്ങൾ സംഭവിക്കുന്നു. കില്ലർ എന്തുകൊണ്ടാണ് ഒരു ബന്ധമില്ലാത്ത സാധാരണ ആൾക്കാരെ ഇങ്ങനെ കൊല്ലുന്നത്? അതിലും 9 വർഷത്തെ ഇടവേള എന്തിനാണ്? ഇത് അന്വേഷിച്ചു പോയി പിരാന്തനാവുന്ന ഒരു നായകനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തെന്ന് പറഞ്ഞാൽ തന്നെയാണല്ലോ അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിലുള്ളൊരു ക്ലൈമാക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ സ്വത്തുകുട്ടികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1988 കഥ ആരംഭിക്കുന്നത്. ആദ്യമേ ഒരു കീബോർഡ് പ്ലെയർ, അയാൾക്ക് വലിയ ഓഡിയൻസ് ഉണ്ട്. അദ്ദേഹം മ്യൂസിക് അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു പാചകക്കാരൻ, സാധാരണ പാചകക്കാരൻ, അയാളുടെ മൂക്കിന്നും വായെന്നും എന്തിന് കണ്ണീന്നും ചെവിയിന്നും വരെ രക്തം ഒഴുകാൻ തുടങ്ങും. ഈ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു ഡ്രൈവർ ചേച്ചി, അവർക്കും അതേ അവസ്ഥ. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ആ മ്യൂസീഷ്യന്റെ കണ്ണീന്നും മൂക്കിന്നും എല്ലാം രക്തം വരുന്നുണ്ട്. അടുത്ത നിമിഷം ഈ 3 പേരും അവരിയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ മരണപ്പെട്ടു പോയതുകൊണ്ട് കൺട്രോൾ വിട്ട ബസ് ആൾക്കാരുമായിട്ട് മറിഞ്ഞു വീഴും. നാട്ടിലത് വലിയ വാർത്തയായിട്ട് പ്രചരിക്കുന്നുണ്ട്. ആ സമയത്താണ് വീട്ടിൽ കൂളായി ഭാര്യയ്ക്ക് വേണ്ടി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയെ കാണിക്കുക. ഫുഡൊക്കെ ഉണ്ടാക്കി കരിച്ച് പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണനൊരു കോള് വരുന്നത്. എത്രയും പെട്ടെന്ന് സ്പോട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഹീറോ ഒരു പോലീസുകാരനാണ്. ഗർഭിണിയായ ഭാര്യയുണ്ട്. ഭാര്യ എഴുന്നേപ്പിച്ച് എനിക്ക് പോകണം, സമയമായി, നീ കഴിക്കൂ എന്ന് പറയും. ഭാര്യ പാൻകേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ട്, നിന്റെ അത്രയും വൃത്തികേടായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നിറച്ചു എൻ്റെ സ്നേഹമാണ്. മലയാളം ടീച്ചറെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അതെടുത്ത് കഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ ഉമ്മ കൊടുത്തിട്ട് പോകും. കൈകൾ ഇങ്ങനെ പൊക്കി പന പോലെ മടക്കുന്ന ഒരു പ്രത്യേക പോസ്, അത് പെൺകുട്ടികൾക്ക് മാത്രം അറിയാവുന്നതാണ്. ഭംഗിയുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവനൊരു പിങ്കി പ്രോമിസ് കൊടുത്തിട്ടാണ് പോകുന്നത്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ വീടിന് വെളിയിലേക്ക് വരുമ്പോൾ തന്റെ ബഡ്ഡി പോലീസുകാരൻ കാത്തുനിൽപ്പുണ്ടാവും. അവനോട് കുശലമൊക്കെ പറഞ്ഞിട്ട് ഇവര് സ്പോട്ടിലേക്ക് പോകുന്നു. ബസ് അപകടം ഉണ്ടായ സ്പോട്ടിലേക്കാണ് പോകുന്നത്. പാസഞ്ചേഴ്സിന് മരണമൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ ചെറിയ മുറിവുകളെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഡ്രൈവർ മരണപ്പെട്ടു. ഇവര് ചെല്ലുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു ഡിറ്റക്റ്റീവ് നിൽപ്പുണ്ടാവും. ഈ ചൊറിയൻ അവിടെ ഉണ്ടല്ലോ, നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് ബഡ്ഡി പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പൊ ഹീറോ ആ ചൊറിയൻ മറ്റാരുമല്ല, എന്റെ അളിയനാണെന്ന് പറയും. അതായത് കൂട്ടുകാരന്റെ ഭാര്യയുടെ സഹോദരനാണത്. ഹീറോ ചെന്ന് ബോഡി നോക്കുമ്പോൾ എല്ലാ ഹോളി കൂടിയും രക്തം ചീറ്റി പുറത്തേക്ക് വന്നിട്ടുണ്ട്. പോരാത്തതിന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചോ? അപകടത്തിൽ പറ്റിയതാണോ എന്ന് നോക്കുമ്പോൾ ശരീരത്ത് മറ്റു മുറിവുകളൊന്നും കാണുന്നില്ല. എന്നാൽ വായെ കൂടെ ബ്രെയിൻ പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്രെയിൻ്റെ പീസുകൾ ഹീറോയ്ക്ക് ബോഡിക്കരിയിൽ നിന്ന് കിട്ടും. അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും ഹീറോ ബോഡി ചെക്ക് ചെയ്യുമ്പോഴാണ് കഴുത്തിന് പുറകിലായി ഒരു 3 പല്ലുള്ള വവ്വാല് കടിച്ചതുപോലെ 3 സൂചി ഇറങ്ങിയ പാട് കാണുക. ഇതെന്തായിരിക്കും എന്ന് അവൻ അളിയനോട് ചോദിക്കുമ്പോൾ അളിയൻ പറയും, ബർത്തുമാർക്കായിരിക്കും, വേറെന്താവാനാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോഴാണ് ഒരു PC പോലീസുകാരൻ വന്നിട്ട് പറയാം, സാർ 2 ബോഡിയും കൂടി ഇതേ അവസ്ഥയിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ ബോഡികളിലും കഴുത്തിന് പുറകിൽ 3 മാർക്കുള്ളതായിട്ട് പോലീസുകാർ പറയുന്നുണ്ടെന്ന് പറയും. എന്നാൽ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് പുറപ്പെടുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ ബഡ്ഡി, നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ എന്തേലും കാണിക്കട്ടെ, നമുക്കിവിടെ റിലാക്സ് ചെയ്ത് നിൽക്കാന്ന് പറയും. പക്ഷെ ഹീറോ സമ്മതിക്കില്ല, നമ്മൾ എന്തായാലും പോയേ തീരൂ. എങ്ങനെയാണ് ഇത് പറ്റിയതെന്ന് അറിയണ്ടേ, ഈ കേസ് നമ്മൾ അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ചെന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധപൂർവ്വം കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് പോകും. ആ മ്യൂസീഷ്യനും ഇതേപോലെ ബ്രെയിൻ തുപ്പി മരിച്ചു കിടപ്പുണ്ട്. പിന്നെ അടുത്ത ബോഡി, പാചകക്കാരന്റെ ബോഡി, അതും അതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. അളിയൻ ഡിറ്റക്റ്റീവ് പറയും, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, ലാബ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നീ ഇതിൽ അധികം തല നുഴയ്ക്കാൻ നിൽക്കണ്ട, എനിക്ക് കിട്ടിയ വലിയൊരു കേസാണിത്, ഇത് പ്രൂവ് ചെയ്തിട്ട് വേണം ഞാൻ പ്രൊമോഷൻ മേടിച്ച് മുന്നോട്ട് പോകാൻ, അതുകൊണ്ട് നശിപ്പിക്കാതെ ഒന്ന് മാറി നിന്ന് സഹായിക്കുക അളിയാന്നും പറഞ്ഞ് അവൻ സ്നേഹപൂർവ്വം ഹീറോയെ ഉപദേശിച്ച് ഒഴിവാക്കി നിർത്തിയിട്ട് പോകും. സോ നമ്മുടെ കൂട്ടുകാരൻ പോലീസ് വീണ്ടും പറയാണ്, അവനൊരു ഡിക്കാണ്, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും അവനത് കണ്ടുപിടിക്കാനും പോകുന്നില്ല, നിന്നെ അടുപ്പിക്കാനും പോകുന്നില്ല. എന്നാൽ ഹീറോ വിടുന്ന മട്ടില്ല, അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഹോസ്പിറ്റലിലേക്ക് വരും. ആ ബോഡി കൊടുത്തുവിട്ട ഹോസ്പിറ്റലിലേക്ക് വരും. ലാബ് റിപ്പോർട്ടിൽ എന്താണ് പറയണമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഒരു മാരകമായ വിഷമാണ് കുത്തിവെച്ചിരിക്കുന്നത്. പക്ഷെ ആ വിഷത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല, കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. സോ പോലീസ് ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ഒരേപോലുള്ള 3 മരണം, ചെറിയ സമയ വ്യത്യാസത്തിൽ. ആരാണിത് ചെയ്തതെന്നറിയില്ല, എന്ത് വിഷമാണ് ഉപയോഗിച്ചിരിക്കണമെന്നറിയില്ല. ഇവര് 3 പേരും തമ്മിലുള്ള ബന്ധം അറിയാൻ പാടില്ല.
എന്തായാലും നമുക്ക് നോക്കാം, അടുത്തൊരു അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കണ്ടു കിട്ടുമോന്ന് നോക്കാന്ന് പറഞ്ഞ് ഇവർ കാത്തിരിക്കും. ആ സമയത്താണ് ഹീറോ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബ്രേസ്ലെറ്റ് സമ്മാനമായിട്ട് വാങ്ങിക്കുന്നത്. വാങ്ങിച്ച് തിരിച്ചു പോകാൻ നേരത്താണ് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്ന ക്ലബിലൊരു ടീനേജ് പെൺകുട്ടിയെ ആരോ ആക്രമിച്ചു, കഴുത്തിൽ എന്തോ സാധനം വെച്ച് കുത്തിയിട്ടുണ്ട്. ഇത് കേട്ടുടനെ ഹീറോ അവിടുത്തെ പോലീസുകാരോട് ചോദിക്കും, നിങ്ങൾ ആ പെൺകുട്ടിയുടെ കഴുത്ത് ചെക്ക് ചെയ്യൂ, എന്തെങ്കിലും അടയാളം കാണുന്നുണ്ടോ? ആ പോലീസുകാർ പറയും, അതെ സാർ, ഒരു 3 ബമ്പ് കാണുന്നുണ്ട്. ഇത് കേട്ട് ഇവര് ഷോക്കായിട്ട് ആ കുട്ടിക്ക് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ, ബോഡി ഇപ്പൊ എവിടെയാ കിടക്കണമെന്ന് ചോദിക്കും. അതിന് ആ പോലീസുകാരൻ, ബോഡിയോ രക്തോ, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ട്, ജീവനോടുണ്ട്. ഇത് കേട്ട ബാധി അവർ ഓടി വരികയാണ് ക്ലബിലേക്ക്. പെൺകുട്ടിക്ക് ജീവനുണ്ട്. ആ ഇഞ്ചക്ഷൻ കുത്തിയ ഭാഗവും അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് നിന്നെ അറ്റാക്ക് ചെയ്ത്, അയാളുടെ അടയാളം പറയാൻ പറ്റുമോ എന്നിവർ ചോദിക്കും. അതിന് ആ പെൺകുട്ടി പറയും, അവള് ഹുഡി ധരിച്ചിരുന്നു എന്ന്. അവളോ? അപ്പോൾ അതൊരു പെൺകുട്ടിയാണ്. ശരി, അവളുടെ അടയാളം പറയൂ. എങ്ങനെയുണ്ടായിരുന്നു ആ പെൺകുട്ടി? അവളൊരു കറുത്ത വർഗ്ഗക്കാരിയാണ്. അവളുടെ ഇടത് കൈയിൽ രക്തം പുരണ്ടിരുന്നു. നല്ല ടോളായിരുന്നു, ഇവിടെയെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചൊറിയൻ ഡിറ്റക്റ്റീവ് അങ്ങോട്ട് വരുന്നത്. എല്ലാവന്മാരും മാറി നിൽക്ക്, എനിക്ക് ഈ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗം അയാളാണ് കേൾക്കുന്നത്. ഈ പെൺകുട്ടി പറയും, അവൾ ഒരുപാട് സ്ട്രോങ് ആയിരുന്നു, ടോളായിരുന്നു. പെട്ടെന്ന് എന്റെ കഴുത്തിൽ പിടിച്ചിട്ട് എന്തോ ഒരു വസ്തു കൊണ്ട് എന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. പിന്നെ അവൾ ഓടിക്കളഞ്ഞു. ഇങ്ങനെ അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂക്കിന്നും കണ്ണീന്നും രക്തം വന്നിട്ട് അപ്പൊ തന്നെ ആ പെൺകുട്ടി മരിച്ചു വീഴാണ്. ഇവർ ആംബുലൻസിനെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്, എന്നാലും കാര്യമില്ല. ഇപ്പൊ സസ്പെക്റ്റിന്റെ അടയാളം കിട്ടി. കറുത്ത വർഗ്ഗക്കാരി, ഏകദേശം 6 അടി പൊക്കം, ഹുഡി ധരിച്ചിട്ടുണ്ട്. ഇവർ ആ അടയാളം വെച്ച് സിറ്റിയിലുള്ള ഏകദേശം ആ ഒരു രൂപത്തിന് ചേർച്ചയുള്ള എല്ലാവരെയും പിടിക്കും. എല്ലാവരെയും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. ഒരു രേഖാചിത്രം വരയ്ക്കുന്നുണ്ട്. അങ്ങനെ സിറ്റി മൊത്തം പോലീസുകാർ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഹീറോ ഹുഡി ധരിച്ച ഒരു പെണ്ണിനെ കാണും. അവളാണോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ അതേതോ ഒരു അപ്പൂപ്പൻ മുറുക്കാൻ ചവച്ച് റോട്ടി തൂപ്പിയിട്ട് പോവാണ്. മുട്ടുവേനയ്ക്ക് ഡൈക്ലോപ്പിനൊക്കെ വാങ്ങിക്കാൻ. അയ്യേന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പോലീസ് കളിയാക്കുമ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി ഇവരെ കാറിന് കുറുകെ ചാടുന്നു. അവളും ഹുഡി ധരിച്ചിട്ടുണ്ട്. ഏകദേശം കറുത്ത വർഗ്ഗക്കാരിയുടെ ലുക്ക്. കയ്യിൽ രക്തക്കറയുണ്ട്. ഇവർ 1 സെക്കൻഡ് പകച്ചു നിൽക്കുമ്പോഴേക്കും ആ പെണ്ണ് ഇവരെ കാറിന് മോളിൽ കൂടെ ചാടി പിറകിലേക്ക് ഓടി രക്ഷപ്പെടും. സംശയം തോന്നി നമ്മുടെ ആൾക്കാർ വിടില്ല. പുറകെ തന്നെ വണ്ടി ഓടിച്ചു ചെന്ന് ഹീറോ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടി അവളെ ഫോളോ ചെയ്ത് ഓടുകയാണ്. ഓടി 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 പെണ്ണിനെ കിട്ടുന്നില്ല. ഒരു ഏരിയയുടെ എൻഡിങ്ങിൽ പോകുമ്പോൾ സബ്വേ ടണലിന്റെ ഡോറ് തുറന്ന് ഇവൾ അതിനകത്തേക്ക് കയറി രക്ഷപ്പെട്ടു. ഹീറോ അവള് സബ്വേയിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതേ വഴി അകത്തേക്ക് കിടക്കും. സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ നേരം അവൾ ഉപയോഗിച്ചതുപോലത്തെ ഒരു ഡിവൈസ് ഹീറോയുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. അവള് വിക്ടിംസിനെ കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച ഡിവൈസ്. ഈ സമയത്ത് ഹീറോയുടെ കാറിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. അവന്റെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്നാൽ ഹീറോ അത് അറിയുന്നില്ല. അവൻ ഈ കൊലയാളിയെ പിന്തുടർന്ന് പോകുമ്പോൾ സബ്വേ സ്റ്റേഷനകത്തേക്ക് ഇവള് കയറി എന്നുള്ള വിവരം അറിഞ്ഞിട്ട് നമ്മുടെ ബഡ്ഡി പോലീസുകാരൻ സ്റ്റേഷനകത്തേക്ക് വരുന്നുണ്ട്. അവൻ കാണും ഈ കൊലപ്പുള്ളീനെ. കില്ലർ ഒളിച്ചിരിക്കുന്ന കണ്ട്, കില്ലറി ആണ്. സോ ഈ കില്ലറി ഒളിച്ചിരിക്കുന്ന കണ്ട് ഇങ്ങേരെ അവളെ തോക്ക് ചൂണ്ടി പിടിയിലാകാൻ നോക്കുമ്പോൾ പുറകിലൂടെ ചാടി അവള് ഇയാളുടെ കയ്യും കാലും ചവിട്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ ഹീറോ വിടുന്നില്ല. ഹീറോ പുറകെ ഓടിച്ചെന്ന് തോക്ക് കാണിച്ച് അവളെ പിടിക്കുകയാണ്. അനങ്ങിപ്പോരുത്, ഷൂട്ട് ചെയ്യുന്നു പറയും. ടേൺ അറൗണ്ട്. ഈ പെണ്ണ് തിരിഞ്ഞ്, ഹലോ തോമസ്. അപ്പൊ ഇവിടെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. എന്താണ്? നീ ആരാണ്? നീ എന്താണ് ഈ പറയുന്നത്? നിനക്കെങ്ങനെ എന്റെ പേരറിയാം? അപ്പൊ ആ സ്ത്രീ, കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ ഡോട്ടർ. തന്റെ ബഡ്ഡി പോലീസുകാരന് സംഭവിച്ചത് ഞാൻ അറിയാതെ സംഭവിച്ചാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കൂ. ഹീറോയ്ക്കൊന്നും മനസ്സിലാവില്ല. വായടച്ച് തിരിഞ്ഞു നിൽക്കടിയെന്നും പറഞ്ഞ് ഹീറോ അവളുടെ കൈകൾക്ക് വിലങ്ങ് വെക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവൾ അറ്റാക്ക് ചെയ്ത് അതേ വിലങ്ങ് പിടിച്ച് ഹീറോയെ അവിടുത്തെ ഇരുമ്പ് കസേരയിൽ കുരുക്കിയിടും. എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നമ്മുടെ ആളെ കയ്യിൽ അവളുടെ വെപ്പൺ ഉണ്ടല്ലോ, അതെടുത്ത് ഹീറോ അവളുടെ കാലിലേക്ക് കുത്തിവെക്കും. ഈ കുത്തേറ്റ പെണ്ണ് പേടിച്ച് പുറകിലേക്ക് മാറുമ്പോൾ കാല് സ്ലിപ്പായിട്ട് ക്രോസ് ചെയ്തു പോകുന്ന ട്രെയിനിന് മുന്നിലേക്ക് തന്നെ വീഴും. ട്രെയിൻ ഇടിച്ച് രക്തം ചീറ്റി അവൾ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ കില്ലറിന്റെ കഥ കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. അവൾ എന്തിനീ കൊലപാതകം ചെയ്തു എന്നറിയില്ല. എന്തായാലും പോലീസുകാര് അവളെ ബോഡി റിക്കവർ ചെയ്യുന്നു. ഹീറോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ പറയുന്നത്, നീ ഒന്നും അറിഞ്ഞില്ലേ, നിന്റെ ഭാര്യ ആശുപത്രിയിലാണ്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല. ഹീറോ ഓടി ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കൂടെ വരുന്ന മറ്റൊരു ഓഫീസർ പറയും, കില്ലറായ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയില്ലേ, ആ പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവളുടെ ഫിംഗർ പ്രിന്റ് ഒരാളുമായിട്ട് മാച്ച് ആകുന്നില്ല. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സെറ്റ് കീ, താക്കോല്, അത് എന്തിന്റെയാണ് എന്നുള്ളതും വ്യക്തമല്ല. മാത്രമല്ല അവളുടെ വലത് കയ്യിൽ ഒരു ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. ആ ബുള്ളറ്റ് ഏതോ ഒരു പോലീസുകാരൻ്റെതാണ്. അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
ആ മൂത്ത പോലീസുകാരൻ സംശയപ്പെട്ട് ഹീറോയുടെ കയ്യിലുള്ള റിവോൾവർ ചോദിക്കുന്നുണ്ട്. ഹീറോ അത് കൊടുക്കുമ്പോഴാണ് ഡോക്ടർ വന്ന് പറയുക, അമിത രക്തസ്രാവം സംഭവിച്ചു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഹീറോ ഓടി ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ വന്നു ബേബി, ഞാൻ കൂടെയുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും, നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ച ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. പെട്ടെന്ന് അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. ഡോക്ടർമാര് ഹീറോയെ പുറത്താക്കിയിട്ട് അവൾക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു കുഞ്ചു വാവേനെ കൊണ്ടുവന്ന് അവർ ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്താ സംഭവിക്കണേന്നറിയാതെ ഹീറോ നിൽക്കുമ്പോഴാണ് ഡോക്ടർമാര് പറയുക, അവന്റെ ഭാര്യ മരണപ്പെട്ടു. ആ സങ്കട സീൻ കഴിയുമ്പോൾ അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത 1997 വീണ്ടും 9 വർഷം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് 9 വയസ്സായി. ഒരു പെൺകുട്ടിയാണ് അവള്. തിരക്ക് പിടിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. പണ്ട് അപ്പനാണെങ്കിൽ ഇപ്പൊ മോളാണ് പാചകം ചെയ്യുന്നത്. TV ന്യൂസിലാണെങ്കിൽ 9 വർഷം മുന്നേ മരണപ്പെട്ടില്ലേ ഒരു ബ്ലാക്ക് ഗേൾ, പോലീസുകാരുടെ അനീതി കാരണമാണ് ആ കറുത്ത വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മോളുടെ പിറന്നാളാണ്. അപ്പൻ അവൾക്കൊരു ബ്രേസ്ലെറ്റ് കൊളുത്തിയിടാനുള്ള ഒരു ലോക്കറ്റ് കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് അപ്പൻ കൊടുത്ത അതേ ബ്രേസ്ലെറ്റ് ആണത്. മോളെ വിഷ് ചെയ്തതിനു ശേഷം ഇവരമ്മയെ കാണാൻ ചെല്ലും. ഇവള് ജനിച്ച അന്ന് തന്നെയാണല്ലോ അമ്മ മരണപ്പെട്ടത്. അമ്മയുടെ ഓർമ്മ ദിവസം കല്ലറയെ ചെല്ലുമ്പോഴാണ് ഹീറോയ്ക്ക് മുന്നേ മറ്റാരോ അവിടെ പൂക്കൾ വെച്ചിരിക്കുന്നതായിട്ട് ഹീറോ കാണുക. അതാരാണെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ സഹോദരനായിരിക്കും എന്നവൻ വിചാരിക്കും. അപ്പോഴാണ് ഫോൺ കോൾ വരുന്നത്. 9 വർഷം മുന്നേ സംഭവിച്ചത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു ഡിറ്റക്റ്റീവ്. ഇപ്പൊ ഹീറോ ഒരു ഡിറ്റക്റ്റീവ് ആണ്, പോലീസ് ഡിറ്റക്റ്റീവ്. ഉടനെ സ്പോട്ടിലേക്ക് ചെല്ലുന്ന ഹീറോ മോൾക്കൊരു പിങ്കി സത്യം കൊടുത്തിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാപ്പൻ, എന്നിട്ട് നമുക്ക് സൂലേക്ക് പോകാമെന്നും പറഞ്ഞ് ബോഡി കാണാൻ വേണ്ടി ചെല്ലും. പണ്ട് ആൾക്കാർ മരണപ്പെട്ട അതേ അവസ്ഥയിൽ ഇപ്പൊ ഒരു പ്രൊഫസർ മരണപ്പെട്ടിരിക്കുന്നു. അയാളുടെ കഴുത്തിലും പാടുകളുണ്ട്. അധികം വൈകാതെ ഒരു ലെഫ്റ്റനന്റ് വരും, നമ്മുടെ അളിയൻ പോലീസുകാരൻ. പുള്ളിക്കാരനും പ്രൊമോട്ടായി. ഇവരുടെ എല്ലാം മൂത്ത പോലീസാണ് ആള്. കാലം മാറിയതുകൊണ്ട് ഇപ്പൊ CCTV ഫൂട്ടേജുകൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. സോ അന്ന് ഈ പ്രൊഫസറെ ആരാണ് കൊന്നത് എന്ന് സംശയിക്കുന്ന ഒരാളുടെ രൂപം ഇവർ CCTVയിലൂടെ കാണും. പണ്ട് കണ്ട അതേ രൂപമുള്ള പെൺകുട്ടി, ഇത് അവള് തന്നെയാണോ? ഇവളെങ്ങനെ തിരിച്ചെത്തി? എന്തായാലും ഈ കാര്യം പത്രക്കാരെയോ TVക്കാരെയോ അറിയിക്കണ്ട, കാരണം നാട് മൊത്തം ഇപ്പൊ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആഘോഷാവും, പ്രശ്നമാവും എന്ന് പറയും ഹീറോ. എന്നാൽ ലെഫ്റ്റനന്റ് കേൾക്കുന്നില്ല. അയാൾ ഉടനെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുകയാണ്. ഇവിടെയാണെങ്കിൽ ഹീറോ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ആ പഴയ കേസ് ഫയൽ ഓപ്പൺ ചെയ്യും. ഇനി വീണ്ടും അന്വേഷണം ആരംഭിക്കണം. ഹീറോ ബഡ്ഡി പോലീസുകാരനോട് പറയും, അന്ന് സബ്വേയിൽ വെച്ചിട്ട് അവൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നെക്കുറിച്ച് അവൾക്കറിയാം, എന്റെ മോളെക്കുറിച്ച് അവൾക്കറിയാം, എന്റെ ഭാര്യയെക്കുറിച്ച് അവൾക്കറിയാം. അതെല്ലാം എങ്ങനെ അവൾ മനസ്സിലാക്കി? അതേപോലെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്നും അവൾ പറഞ്ഞിരുന്നു. അതിനർത്ഥം എന്താണ്? പണ്ട് ആ പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോല് അത് ഹീറോ എടുത്തിട്ട് അത് എവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കാൻ പറയും. അതെന്തിന്റെ താക്കോലാണെന്ന് അന്വേഷിക്കാൻ പറയും. ഈ സമയത്ത് അളിയിച്ചാരാണെങ്കിൽ നാട് മൊത്തം പാട്ടാക്കി കഴിഞ്ഞു ഈ വിവരങ്ങളെല്ലാം വിത്ത് CCTV ഫൂട്ടേജ് സഹിതം. ഇത് പറഞ്ഞ അടുത്ത ദിവസം വീണ്ടും ഒരു കൊലപാതകം സംഭവിക്കുന്നുണ്ട്. ഏതോ ഒരു സാധാരണ പെണ്ണ്. TV ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തില്ലേ, ബ്ലാക്ക് കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ് വീണ്ടും കൊലപാതകം ചെയ്യണമെന്ന്. അതറിഞ്ഞ ആ കമ്മ്യൂണിറ്റിക്കാരെല്ലാം നാട് മൊത്തം സമരം ചെയ്യായിരിക്കും. വീണ്ടും കൊലപാതകങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്രാവശ്യം മരണപ്പെട്ടതും ഒരു പരസ്പര ബന്ധമില്ലാത്ത ആൾക്കാർ. ഒരു ഇൻഫർമേഷൻ മാത്രം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലേഡി അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ആളൊരു ഇടതുപക്ഷക്കാരിയാണ്. ഇത് കേട്ട് ഹീറോ പറയും, നമ്മൾ പണ്ട് സംഭവിച്ച ആ കാര്യങ്ങളിൽ നിന്ന് ഒരു സാധനം വിട്ടുപോയി. ആ പെണ്ണിന്റെ വലത് കൈയിൽ ഒരു ബുള്ളറ്റിന്റെ മുറിവുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണെങ്കിലോ അവൾ ഇടത് കൈ കൊണ്ട് അറ്റാക്ക് ചെയ്തത്. അതേപോലെ തന്നെ വീണ്ടും സംഭവിക്കുമോ? ഇത് കേട്ട് ബഡ്ഡി പോലീസുകാരൻ ചോദിക്കും, നീ എന്തൊക്കെയാടാ പറയുന്നത്? നീ വിചാരിക്കുന്നുണ്ടോ അവൾ മരണപ്പെട്ടിട്ടില്ല, അവൾ തിരിച്ചു വരുമെന്ന്? അതിനൊക്കെ വല്ല വഴിയുണ്ടോ? ഈ സമയത്താണ് ഒരു പോലീസുകാർ വരുന്നത്. അവർ ആ കീനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. ആ കീയിൽ ഇപ്രാവശ്യം ഒരു മാച്ച് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്ലെയിനിന്റെ വിമാനത്തിന്റെ കീ ആണ്. പക്ഷെ ആ വിമാനം പുറത്തിറങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷമാണ് ആ വിമാനം മോഡൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വിമാനത്തിന്റെ കീ ആ പെണ്ണിന്റെ കയ്യിൽ എങ്ങനെ എത്തിയിട്ടുണ്ടാവും? ഈ നാട്ടിൽ ആ മോഡൽ വിമാനമുള്ള ഒരേ ഒരു എയർഫീൽഡേ ഉള്ളൂ. അതിന്റെ അഡ്രസ് ഇതാണെന്നും പറഞ്ഞ് ആ അമ്മച്ചി ഒരു അഡ്രസ് കൊടുക്കും. ഈ സമയമൊക്കെ നമ്മുടെ പാവം കുഞ്ഞ് പിറന്നാളിന് സൂലേക്ക് പോവാന്ന് പറഞ്ഞ് പറ്റിച്ച അപ്പനെയും നോക്കി കിടക്കുകയായിരിക്കും. അപ്പൻ ചെന്ന് മോളോട്, സൂപ്പ് അടച്ചു കാണും മോളെ, നമുക്ക് നാളെ പോകാം, നീ വിഷമിക്കാതെ. അപ്പം കൊണ്ടുപോവാം, മോളെ നോക്കാൻ ഇവിടെ ആന്റി ഉണ്ട്. അച്ഛൻ ചെറിയ ജോലിയായിട്ട് പുറത്തേക്ക് പോവാണ്, പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോകും. അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് ഒരു ഇന്ത്യൻ ഫിസിസിസ്റ്റ് ഹീറോയെ വന്ന് കാണുന്നത്. സർ, നിങ്ങൾ അന്വേഷിക്കുന്ന കേസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. എന്റെ റിസർച്ചുമായിട്ട് ഈ കേസിന് ബന്ധമുണ്ട്. 9 വർഷത്തിൽ ഒരു തവണയാണ് ബ്ലഡ് മൂൺ സംഭവിക്കുക. ആ സമയത്ത് ലോകത്തിലൊരു ബ്രിഡ്ജ് ഉണ്ടാവും, കാലങ്ങൾ തമ്മിലുള്ള ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിലൂടെയാണ് ആരോ കടന്നു വന്ന് ഈ അക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത്.
മറ്റേതോ സ്ഥലത്തുള്ള കാലത്തുള്ള ആളാണ് സാർ ഇതിനെല്ലാം ഉത്തരവാദി. ഇത് കേട്ട് ബഡ്ഡി പോലീസുകാരൻ ചിരിച്ചിട്ട് പറയും, നീ ഈ മണ്ടത്തരമൊക്കെ ചാനൽ 5 ചെന്ന് പറയും, അവര് വിശ്വസിക്കും. ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞ് ഇവരാ സയന്റിസ്റ്റിനെ അപമാനിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നേരെ എയർഫീൽഡിലേക്കാണ് വരുന്നത്. അവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് ആൾക്കാർ എയർഫീൽഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വാറണ്ട് ഇല്ലാതെ അകത്തേക്ക് കടക്കാനും പാടില്ല. എന്നാൽ ഓഫീസിൽ ഒരു ലൈറ്റ് കണ്ടിട്ട് ഞാൻ അകത്ത് പോവാണെന്നും പറഞ്ഞ് ഹീറോ അനധികൃതമായിട്ട് അകത്തേക്ക് കടക്കും. ആ ലൈറ്റ് കണ്ട പ്രദേശത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ഓഫീസർ നിൽപ്പുണ്ട്. താൻ എങ്ങനെ അകത്ത് വന്നെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ പോലീസുകാരനാണ്, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ, അവൾ അന്വേഷിച്ച് വന്നാന്നും പറഞ്ഞ് ഹീറോ ഫോട്ടോ കാണിച്ചു കൊടുക്കും. പുള്ളിക്കാരൻ കടന്ന് പരുങ്ങുക, മണ്ടയ്ക്ക് ഒരു അടിയും കിട്ടിയതിന്റെ പാടുണ്ട്. ഇല്ലല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും പുള്ളി. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു, ഞാനത് ചെയ്തു തീർക്കാൻ വേണ്ടി കൂടുതൽ സമയമെടുത്താണ്. എന്നാൽ നമ്മുടെ പെണ്ണ്, വില്ലത്തി പെണ്ണ് അവിടെ ഒളിച്ചു നിൽപ്പുണ്ടാവും. ഇത് ഹീറോയ്ക്ക് മനസ്സിലായി ഇവിടെ ആരോ ഉണ്ടെന്ന്. സോ ഹീറോ മെല്ലെ, ഞാൻ എന്തായാലും എന്റെ നമ്പർ തരാം, നിങ്ങൾക്ക് എന്റെ നമ്പർ തരാം, ആ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിലോ അവൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ എന്നെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ നമ്പർ എഴുതുന്ന രീതിയിൽ ഈ മുറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തല ചൊറിഞ്ഞ് കാണിക്കൂ എന്ന് എഴുതി കൊടുക്കും. അതേപടി ആ ഓഫീസർ തല ചൊറിഞ്ഞ് കാണിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കാത്ത പോലെ ഹീറോ വീണ്ടും ആ ഓഫീസറോട്, എനിക്ക് ഇവിടുന്ന് ടംപൈക്കിലേക്ക് പോകണം, ആ വഴി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി എവിടെയാണുള്ളതെന്ന് കാണിക്കാൻ പറഞ്ഞ് ഒരു ആരോ വരയ്ക്കാൻ പറയും. അവളുടെ സ്ഥാനം ഇയാൾ ആരോ വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ ഇവൻ ഗണ്ണെടുക്കുമെങ്കിലും അപ്പോഴേക്കും മറ്റേ പെണ്ണ് പുറകിൽ എത്തിക്കഴിഞ്ഞു. അവൾക്ക് മനസ്സിലായി ഇവന്റെ വിരുദ്ധപ്പണി. ഹൈ തോമസ്, വീണ്ടും കണ്ടതിൽ സന്തോഷം. ഈ ചത്ത പെണ്ണിനെ കണ്ട് ഹീറോ പേടിയാണ്. ദേവിയേ, രേണുക ദേവിയേ, പേയി വന്നു. ഇവൾ ആ ഓഫീസറോട് ഹീറോയെ കെട്ടിയിടാൻ പറയും. ഓഫീസർ ഹീറോയെ കെട്ടിയിടുന്ന സമയത്ത് ഹീറോ ഫോൺ എടുത്ത് തന്റെ ബഡ്ഡി പോലീസുകാരനെ വിളിക്കും. എന്നിട്ടൊന്നും മിണ്ടുന്നില്ല. കോള് കിട്ടിയ ബഡ്ഡി പോലീസുകാരൻ അവിടെ നടക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട്, അവിടുത്തെ സീൻ മനസ്സിലാക്കിയിട്ട് ബാക്കപ്പിന് വേണ്ടി പോലീസുകാരെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളും അകത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഓഫീസർ ആ പെണ്ണിനെ പറ്റിച്ച് തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവള് നല്ല 2 ഇടി കൊടുത്ത് ആ ഓഫീസറെ മയക്കി അയാളുടെ തോക്കെടുത്ത്, ഇപ്പൊ നീയും എന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഹീറോയും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. അപ്പോഴാണ് മൊട്ടപൊട്ടി വരുന്നത്. ഫ്രീസ്, അനങ്ങിപ്പോകരുത്, നീ പിടിക്കപ്പെട്ട പെണ്ണെ, ഇനി നിനക്ക് രക്ഷയില്ല. ഇത് പറഞ്ഞ ഉടനെ പെട്ടെന്ന് തിരിഞ്ഞ പെണ്ണ് ഒറ്റ പൊട്ടിയിരുന്ന് കൂട്ടുകാരന്റെ തല വെടിപ്പിച്ചോളെ. അവളും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഒരാൾ പുറകെ വന്നപ്പോൾ അവൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നാണ്. അപ്പോഴേക്കും പോലീസ് പട തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇവള് ഹീറോനെയും ഒരു പ്ലെയിനകത്ത് കയറ്റിയിട്ട് അവിടുന്ന് വിട്ടടിച്ചു പോകും. കടലിന് മോളിൽ കൂടെ പ്ലെയിൻ പറക്കുന്ന സമയം ഇവള് ഹീറോയോട് പറയും, തോമസ്, നീ എന്നെ ചേസ് ചെയ്ത് വരരുത്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിന് പിറകിൽ ഒരു കാരണമുണ്ട്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ഹീറോ, രക്ഷപ്പെടുത്താനോ? നീ എന്റെ കൂട്ടുകാരന്റെ തല വെടിച്ചവനെ കൊന്നു കളഞ്ഞു, നീയാണോ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? അത് കേട്ട് ആ പെണ്ണ് പറയും, നിന്റെ കൂട്ടുകാരനെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, അത് അപ്രതീക്ഷിതമായി സംഭവിച്ചാണ്, നീ എന്നെ പിന്തുടർന്ന് വരരുത്. അത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, നീ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? നീ എങ്ങനെയാണ് തിരിച്ചു വന്നത്? ആരാണ് നീ? അതിനവള് പറയും, എല്ലാ 9 വർഷത്തിലും റെഡ് മൂണിന്റെ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാൻ എത്ര കൂടുതൽ പറയുന്നു അത്രയും അധികം നീ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. തിരിച്ച് വീട്ടിലേക്ക് പോ, നിന്റെ മകളുടെ അടുത്തേക്ക് പോകൂ, അവളോട് കൂടി സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി എന്നെ പിന്തുടരുതെന്നും പറഞ്ഞ് ഇവൾ ആ പ്ലെയിനിൽ നിന്ന് നമ്മുടെ ഹീറോയെ തള്ളി താഴിടുകയാണ്. വീണ് ചത്തുപോകുമല്ലോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കടലിലേക്കാണ് അണ്ണം വീഴുന്നത്. അതും കരയ്ക്കടുത്തുള്ള കടലിലേക്ക്. ഇവനെ വീഴ്ത്തിക്കഴിഞ്ഞ് ആ പെണ്ണ് പ്ലെയിൻ തറയിൽ ഇടിച്ചിറക്കുന്നുണ്ട്. ഹീറോ കടലിൽ നിന്ന് നീന്തി കരയിലേക്ക് കയറും. ആ ഇടിച്ചിറങ്ങിയ പ്ലെയിനിൽ ചെന്ന് നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന പെണ്ണിനെ കാണാനില്ല. പിറ്റേന്ന് രാവിലെ ഒരുപാട് പോലീസുകാർ വരുന്നുണ്ട്. അവർ ഐലൻഡ് മുഴുവൻ പരിശോധിക്കാൻ അന്വേഷിക്കും. ആ പെണ്ണിന്റെ പൊടി പോലും കിട്ടില്ല. ലെഫ്റ്റനന്റ് വീണ്ടും എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും, അവള് വരില്ല, അവള് പോയി, ഷീസ് ഗോൺ ബാക്ക്. ഇനി അവള് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും 9 വർഷം കഴിയണം. അത് കേട്ട് അളിയൻ ചോദിക്കും, നീ എന്തൊക്കെയാ പറയുന്നത്? അവൾ എങ്ങോട്ട് പോയി? അവള് ഫ്യൂച്ചറിലേക്കാണ് പോയതെന്ന് നമ്മുടെ അണ്ണൻ പറയും. അവന് പ്രാന്തായി എന്ന് വിചാരിക്കും അളിയൻ. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത 2006. വീണ്ടും 9 വർഷങ്ങൾ കഴിഞ്ഞു. ഹീറോ കാര്യമായിട്ട് ഏതോ ഒരു കുഴി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കുഴി മാന്തിയെടുത്ത ആ എല്ലും കൂട്ടത്തിൽ കഴുത്തിന്റെ ഭാഗത്ത് 3 പുള്ളിയുണ്ട്. സോ ഇയാളെയും കഴുത്തിൽ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ആരോ കൊന്നിരിക്കുന്നത്. അയാളുടെ പേര് ഹരോൾഡ് നോവാക്ക് എന്നാണ്. 1988 പുള്ളിക്കാരൻ മരണപ്പെട്ടിരിക്കുന്നത്. ഹീറോയുടെ കോലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ജോലി ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. നാളെയാണ് ആ ലേഡി തിരിച്ചു വരുന്ന ദിവസം. ഇനി ഒരൊറ്റ ദിവസമേ ഉള്ളൂ, ഒരൊറ്റ ദിവസം നമുക്ക് കാത്തിരിക്കാമെന്ന് അവനൊരു പാവക്കുട്ടിയോട് പറയും. പിറ്റേന്ന് ഹീറോ ഇന്നലെ ഒരു ബോഡി എടുത്തില്ലേ, ആ ബോഡിയുടെ ഭാര്യനെ കാണാൻ ചെല്ലും, മിസസ് നോവാക്ക്. നോവാക്ക് എങ്ങനെയാണ് മരണപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയാ, ഡ്രഗ് ഓവർഡോസ് ആയിട്ടാണ് മരണപ്പെട്ടതെന്ന്. അതും 18 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമല്ലേ, നീ ഇപ്പം എന്തിനാ വന്നിരിക്കുന്നു, നിനക്കെന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്, ചില ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേരുടെ ഫയൽസ് ഒക്കെ എടുത്തു കൊടുക്കും ഭാര്യ. അതിൽ പുള്ളി വിപ്ലവത്തിനെ കുറിച്ച് ഒരുപാട് എസ്സേകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അയാൾ ഈ കൺട്രി മുഴുവനുള്ള പലർക്കും അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഈ പുള്ളിക്കാരനൊരു പഴയ പാർട്ട്ണർ ഉണ്ടായിരുന്നു, എക്സ് കാമുകി. ഇയാളും എക്സ് കാമുകിയും ചേർന്നിട്ടാണ് പലതരം സമൂഹ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടോ രണ്ടുപേരും പിരിഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് ഈ റേറ്റിംഗ്സ് ഒക്കെ ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത്, അതിന്റെ മെയിലിംഗ് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും ഹീറോ. ഈ സ്ത്രീ അത് എടുത്തു കൊടുത്തിട്ട്, ഇത് തനിക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കുറച്ച് പണം എനിക്ക് വേണം, അല്ലാതെ വെറുതെ നിനക്ക് തന്നിട്ട് എനിക്കെന്താ ഉപയോഗം, കയ്യിൽ എത്ര പണം ഉണ്ടോ അത് തന്നിട്ട് പോകുമെന്ന് പറയും പുള്ളിക്കാരി. ഇവനുള്ള പണം കൊടുത്തിട്ട് ആ മെയിലിംഗ് ലിസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര്, ആ ലിസ്റ്റിലെ ഒരാളുടെ പേര് ഹീറോ എവിടെയോ കേട്ടതാണ്. മരണപ്പെട്ട ആൾക്കാരുടെ ഫയൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആ മെയിൽ ചെയ്ത ആളുടെ പേരും ഈ മരണപ്പെട്ട ആളുടെ പേരും സെയിം ആണ്. സോ ഹീറോയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാകും. അവൻ ഉടനെ അളിയനെ വിളിച്ചിട്ട്, എനിക്കൊരാളുടെ അഡ്രസ്സ് വേണം, ദയവ് ചെയ്ത് അത് കണ്ടുപിടിച്ച് തരൂ, ഞാൻ നിന്നെ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞവൻ തന്റെ മോളെ കാണാൻ വരുന്നു. മോള് വലിയ മോളായിട്ടുണ്ട്. അപ്പൻ ഇപ്പോഴും ആ കേസ് അന്വേഷിച്ച് കോലം കെട്ട് നടക്കുന്ന കണ്ട് മകൾക്ക് ഒരുപാട് സങ്കടം. എന്നാൽ അപ്പൻ പറയുക, നാളെ ഞാൻ കണ്ടുപിടിക്കും മോളെ, ഇതിനെല്ലാം ഉത്തരം നാളെ ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും, നമ്മൾ പഴയതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. അവളുടെ ഏതൊരു കാമുകനെ കുറിച്ചും അവൾ പറയുന്നുണ്ട്, അവനെ മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് സമയമില്ല, അവൻ ഇൻവെസ്റ്റിഗേഷന്റെ തിരക്കിലാണ്. മോളിപ്പോൾ അളിയന്റെ വീട്ടിലാണ് വളരുന്നത്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്കും പഴയതുപോലെ ഒരു ലോക്കറ്റ് തന്നെയാണ് അപ്പ സമ്മാനിക്കുന്നത്. മോള് പറയും, ഞാനതിപ്പോൾ ധരിക്കുന്നില്ലെന്ന്. അത് കഴിയുമ്പോൾ ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് അളിയൻ വരുന്നു. ഇവൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം കാണിച്ചിട്ട്, ആദ്യം മരണപ്പെട്ടില്ല 88-ല് അയാൾ അമേരിക്കയിൽ വിപ്ലവം നടത്താൻ വേണ്ടി പല എസ്സേകൾ എഴുതിയിട്ടുണ്ട്, ഏകദേശം തീവ്രവാദം നടത്താൻ വേണ്ടിയിട്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇയാൾ മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിലിംഗ് ലിസ്റ്റിലുള്ള ഏകദേശം 6-7 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവർക്കെല്ലാം അമേരിക്കയിൽ വിപ്ലവം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവരെ കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണവും അതിലെ വിഷവും അത് ഫ്യൂച്ചറിൽ ആരോ കണ്ടുപിടിച്ച ഒരു ഡിവൈസാണ്. ആ ഫ്യൂച്ചറിൽ നിന്നാണ് ഈ പെൺകുട്ടി വന്നിരിക്കുന്നത്. അത് കേട്ട് അളിയൻ പറയും, നിന്റെ എല്ലാ സമനിലയും തെറ്റിയിരിക്കുന്നു തോമസ്, നീ ഡോക്ടറെ കാണണം. എന്റെ അളിയൻ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ല, നീ സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഹീറോ പറയും, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ, നീ നേരിട്ട് കണ്ടു തന്നെയല്ലേ, ട്രെയിൻ തട്ടി മരിച്ച ആ പെണ്ണ് തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അവൾ ഫ്യൂച്ചറിൽ നിന്ന് പുറകിലേക്കാണ് വരുന്നത്. നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നു, അവൾ ഫ്യൂച്ചറിൽ നിന്ന് പുറകിലേക്ക് വരുന്നു. 97-ല് അവൾ കൊല്ലപ്പെട്ടു. അടുത്ത 9 വർഷം കഴിഞ്ഞ് അവൾ വീണ്ടും ജീവനോടെ വന്നതല്ല. ആ സമയത്ത് അവൾക്ക് ജീവനുണ്ട്. അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടാണ് അവൾ മരണപ്പെടുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ടാണെങ്കിൽ അവളുടെ ജീവിതം പുറകോട്ടാണ്. അതുവരെ അവൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് അളിയൻ വീണ്ടും പറയാ, നിനക്ക് മുഴുവട്ടായി, നിന്റെ മോള് എന്റെ വീട്ടിലാണ് വളരുന്നത്, ഒരപ്പനായിട്ട് ഞാനാണ് അവളെ നോക്കുന്നത്, നിനക്ക് മനസ്സിലാകുന്നില്ല ഒന്നും. ഇതിന്റെ പുറകിൽ ചെന്നിട്ട് നിന്റെ അവസ്ഥ കണ്ടോ, ദയവ് ചെയ്ത് തിരിച്ചു വാ. ജീവിതം കളഞ്ഞു കുളിച്ചിട്ട് നീ എന്നോട് ഇപ്പൊ ടൈം ട്രാവലിന്റെ കഥ പറയുകയാണോ? എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോഴും ഹീറോ ആ പെണ്ണിന്റെ, ഈ വിപ്ലവകാരിയുടെ ആദ്യ കാമുകി, ആ പെണ്ണിന്റെ അഡ്രസ്സാണ് ചോദിക്കുക. അളിയൻ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോവും. ഉടനെ പേപ്പറെല്ലാം തൂക്കിക്കൊണ്ട് പുറകെ വന്ന ഹീറോ, ബേബി നീ പറഞ്ഞ് ശരിയായിരിക്കാം, ഞാൻ ഡോക്ടറെ കാണണമായിരിക്കാം, ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരിക്കാം, എന്റെ മോളെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചത് വലിയ കുറവാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് മറ്റാരുമില്ല, എന്റെ അവസ്ഥ പറയാൻ മറ്റാരുമില്ല, എന്നെ സഹായിക്കും, എനിക്കിതിന്ന് പുറത്തേക്ക് വരണം, ഡോക്ടറെ ആണെങ്കിൽ ഡോക്ടറെ ഞാൻ കണ്ടോളാം, എനിക്ക് വയ്യ ഈ വേദനയും കൊണ്ട് എന്നും പറഞ്ഞ് ഹീറോ കരയുമ്പോൾ അളിയൻ സമാധാനിപ്പിച്ചിട്ട്, നിനക്ക് ഞാനുണ്ട്, പേടിക്കണ്ട, നമ്മൾ ഡോക്ടറെ കാണും, നീ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും, നീ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും, നമ്മളൊരു കുടുംബമല്ലേ, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല എന്നും പറഞ്ഞ് അളിയൻ സമാധാനിപ്പിക്കുകയാണ്. ഹീറോ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആശ്വാസപ്പെടുന്നുണ്ട്. പുള്ളിക്കാരൻ ഹീറോയ്ക്ക് ബോധം വന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകും. എന്നാൽ നമ്മുടെ ആൾ കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ സങ്കട കഥകളൊക്കെ പറഞ്ഞിട്ട് അവൻ പോലീസുകാരന്റെ ബാഡ്ജ് അടിച്ച് മാറ്റുമായിരുന്നു. ഗള്ളനാണ് അവൻ. എന്നിട്ട് ഈ ബാഡ്ജ് നമ്പർ വെച്ച് പോലീസ് സർവീസിൽ വിളിച്ച് അവൻ ആ വിപ്ലവകാരിയുടെ പഴയ കാമുകിയുടെ അഡ്രസ് ഒപ്പിക്കും. എന്നിട്ട് ആ വീട്ടിലേക്ക് വന്നിറങ്ങുന്നു. നല്ല ഡ്രമാറ്റിക് ഫീൽ ഉണ്ട് ഇവരുടെ സീനറികളും കളർ ഗ്രേഡിയന്റ് ഒക്കെ. ആ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഉണ്ടാവും ആ സ്ത്രീ മരിച്ചു കിടക്കുന്നു, ചോര വാർന്ന് മരിച്ചു കിടക്കുന്നു. ജസ്റ്റ് ഇപ്പോ മരണപ്പെട്ടിട്ടേ ഉള്ളൂ. പെട്ടെന്നാണ് മേൽക്കൂരയെന്ന് നമ്മുടെ കില്ലർ പെണ്ണ് നിലത്തേക്ക് ചാടി ഇറങ്ങി ഓടിപ്പോവുക. ഹീറോ പടപടയെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു ഉണ്ട ആ പെണ്ണിന്റെ കയ്യിൽ കൊണ്ടിട്ടുണ്ട്. ഇവളൊരു മോട്ടോർ ബൈക്കും എടുത്ത് ചീറിപ്പാഞ്ഞു പോകും. ഹീറോ ഒരു ട്രക്കുകാരനെ തടഞ്ഞ് അയാൾ അടിച്ച് പുറത്താക്കിയിട്ട് ട്രക്ക് എടുത്തിട്ട് ഇവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. ഒരു ഫ്രീ ഫയർ ബിൽഡിങ്ങിനകത്തേക്കാണ് ഈ പെണ്ണ് കയറിപ്പോവുക. ഇനി എനിമി എവിടെയാണ് ഒളിച്ചിരിക്കണതെന്ന് ഓരോ പില്ലറും നോക്കി കണ്ടുപിടിക്കണം. ക്ലാഷ് കോഡാണ്. ഇനി 2 പേര് മാത്രമേ ഉള്ളൂ. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഏതോ ഒരു മൂലയെന്ന് ചാടി ഇറങ്ങി അവൾ ഒരൊറ്റ ഓട്ടാണ് സംഭവിക്കുന്ന പോലെ. എന്നിട്ട് അടുത്തുള്ള ബീച്ചിലൂടെ ഇവള് ബൈക്കും എടുത്ത് ചീറിപ്പാഞ്ഞു പോകുന്നു. ബീച്ചിന്റെ മൂലയ്ക്ക് വലിയൊരു പർവ്വതം, അവിടോടുകൂടി വഴി തീരുന്നു, പിന്നെ വഴിയില്ല. ഈ പെണ്ണ് ബൈക്ക് വിട്ട് ഒരു തുരങ്കത്തിനകത്തോടെ കയറിപ്പോകും. ഹീറോയും വിടാതെ അവളെ വിട്ടുകൊടുക്കാതെ പുറകെ ആ തുരങ്കത്തിനകത്തോടെ ചെല്ലുന്നുണ്ട്. അകത്ത് പോയി നോക്കുമ്പോണ്ടാവും വലിയൊരു മനുഷ്യ അക്വേറിയം. അതിനകത്ത് അവള് കയറി മിണ്ടാണ്ടിരിക്കുവാണ്. പതുങ്ങി നിറച്ച് വെള്ളം പാരുന്നുണ്ട്. തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. വെള്ളം നിറഞ്ഞു വരുമ്പോൾ ഹീറോ, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ കണ്ടുപിടിക്കും എന്ന് പറയുന്നുണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കാതെ അടുത്ത നിമിഷം ആ എഞ്ചിൻ അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പോകും. ഹീറോ തുരങ്കത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ കുറെ അധികം പോലീസുകാർ അവനെ കാത്തു നിൽപ്പുണ്ടാവും. നമ്മുടെ ലെഫ്റ്റനന്റ് ഹീറോയെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഹീറോ വിളിച്ചു പറയും, ഞാനാണ് അവളുടെ കൈകളിലേക്ക് വെടിവെച്ചത്, അതുകൊണ്ടാണ് അവളുടെ കയ്യിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നത്, അവൾ ഇടത് കൈകൊണ്ട് അറ്റാക്ക് ചെയ്തു, ഞാൻ പറയുന്നത് സത്യമാടാ, നിനക്ക് വിശ്വാസമായില്ലേ?
ഇനിയും നമ്മൾ 9 വർഷം കാത്തിരിക്കേണ്ടി വരും അവളെ വീണ്ടും കിട്ടാൻ. നമുക്കിത് തടയാൻ പറ്റും, എന്നെ സഹായിക്കും. ആ മുഴുപ്രാന്തനെ അവര് ആംബുലൻസിൽ വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഈ സീനെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരൻ സയന്റിസ്റ്റ് മോളിൽ നിപ്പുണ്ടാവും. അവിടുന്ന് കട്ട് ചെയ്ത 2015 വീണ്ടും 9 വർഷം കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട സയന്റിസ്റ്റ് അല്ലേ, പുള്ളിക്കാരൻ എന്തോ ഒരു മരുന്ന് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലേഡി ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിച്ച മരുന്ന് തന്നെയാണത്. അത് പന്നികളിൽ കുത്തിവെച്ചതിന് ശേഷം ഇവർ കമ്പ്യൂട്ടറിൽ ടെർമിനേറ്റ് ചെയ്യാൻ സിഗ്നൽ കൊടുക്കുന്നു. കൊടുത്ത ഉടനെ ഈ ഓരോ പന്നികളും ചോര ചീറ്റി മരണപ്പെടുകയാണ്. സോ ആ മരുന്ന് കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, നമ്മുടെ അണ്ണൻ തന്നെയാണ്. ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ ആ ലേഡി വരാൻ പോകുന്ന തുരങ്കത്തിനടുത്ത് തമ്പടിച്ചിരിക്കുകയാണ്. അവനൊരു കോള് വരും, ഡാഡി ഇത് ഞാനാണ്, ഡെലിവറിക്ക് ഇനി അധിക സമയമില്ല, ജോർജ് എന്റെ കൂടെയുണ്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എന്നാലും അപ്പനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാവുമായിരുന്നു, അമ്മയും അതാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോള്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ചൈന മുത്തപ്പന്റെ അവസ്ഥയായിട്ട് നല്ല തന്തപ്പടിയായിട്ടുണ്ട്. പെട്ടെന്നാണ് ആരോ വന്ന് അവനെ പൊതിഞ്ഞെടുത്തോണ്ട് പോവുക. കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൻ സയന്റിസ്റ്റ്, പുള്ളിക്കാരൻ പറയും, എന്നോട് ക്ഷമിക്കൂ സോദര, നിന്നെ ഞാൻ പൂട്ടി വെക്കാൻ പോവാണ്, ആ പെണ്ണ് വന്നിട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോട്ടെ, അതുവരെ നീ പുറത്തിറങ്ങണ്ട. അത് കേട്ട് ഹീറോ പറയും, അവള് പാവപ്പെട്ട ജനങ്ങളെയാണ് കൊല്ലുന്നത്, അത് മനസ്സിലാക്കാതെ നീ എന്നെ പൂട്ടി വെക്കുകയാണ്, ആ ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്ത്? അതിന് സയന്റിസ്റ്റ് പറയും, ലോകത്തെ മാറ്റിമറിക്കുന്നത് ചെറിയ ബിസിനസ് അല്ല കൂട്ടുകാരാ, അതിനൊരുപാട് പണിയുണ്ട്, പല ത്യാഗങ്ങളും ചെയ്യണം. അവൾ ശരിക്കും കില്ലറല്ല, ഒരു സേവിയറാണ്, ഈ ലോകത്തെ രക്ഷിക്കാൻ പറഞ്ഞവളാ. എന്റെ റിസർച്ച് വഴി ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അവൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, അതിനെയാണ് നീ തടയാൻ നോക്കുന്നത്. ഈ നാട്ടിൽ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായെന്ന് വെക്കി, വലിയൊരു വിപ്ലവം ഉണ്ടായെന്ന് വെക്കി, വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടായെന്ന് വെക്കി, നമ്മൾ എങ്ങനെ അതിനെ തടയും? എത്ര പേരെ കൊല്ലാൻ കഴിയും? ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ആരംഭിക്കാൻ കാരണമായ ആൾക്കാരെ, ആ കോമ്പിനേഷൻ ഓഫ് പീപ്പിൾസിനെ തുടക്കത്തിലേ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ മാറ്റാം, കലാപം ഇല്ലാതാക്കാം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറയുന്നൊന്നും കേൾക്കാതെ ഹീറോ തന്റെ കയ്യിലെ കെട്ടു അഴിച്ചു മാറ്റിയിട്ട് സയന്റിസ്റ്റിന്റെ കയ്യിൽ നിന്ന് തോക്കു അടിച്ചു മാറ്റി അയാളെ വലിച്ചിടുമ്പോൾ രണ്ടുപേരും പിടിയും വലിയായിട്ട് വണ്ടി കൺട്രോളും തെറ്റി ചെരുവിലേക്ക് മറിഞ്ഞു വീഴും. അവിടുന്ന് ഹീറോ രക്ഷപ്പെട്ട് ഓടി വരാണ്. ഇയാൾ വിളിച്ചു പറയുന്നുണ്ട്, അവളെ അനുവദിക്കൂ, അവളുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ, അവളെ തടയരുതേ, അത് ഈ നാടിന് ആപത്താണെന്ന്. ഹീറോ കേൾക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ അക്ക ഭാവിയിൽ നിന്നും ആ തളികത്തിൽ പ്രസന്റിലേക്ക് കടന്നു വരുന്നത്. അവള് തുരങ്കത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ തോക്കുമായിട്ട് കുത്തിയിരിപ്പുണ്ടാവും നമ്മുടെ ഹീറോ. ഗുഡ് മോർണിംഗ്, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ആരെയും കൊല്ലാൻ കഴിയില്ല, ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്, ഇത് തടയാൻ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. അത് കേട്ട ആ പെൺകുട്ടി പറയും, നിങ്ങൾ എന്നെ ഇപ്പൊ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഈ ലോകം അത് അവസാനിക്കും, ഈ ലോകം ഉണ്ടാവില്ല, വെറും ഭസ്മം മാത്രമായിരിക്കും ബാക്കി, എന്താ സംഭവിക്കാൻ പോണേന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അത് കേട്ട് ഹീറോ പറയും, എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ശരിയേതാ തെറ്റേതാണെന്ന് ഇത്രയും തന്തപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, ഞാൻ അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അവൻ തോക്കെടുത്ത് അവളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ലേഡി പറയും, നിങ്ങൾ എന്നെ കൊല്ലില്ല, കൊല്ലാൻ കഴിയില്ല, കാരണം എനിക്ക് നിങ്ങളെ അറിയാം, എന്റെ ജീവിതകാലം മൊത്തം ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളാണ് ഈ ജോലിക്ക് എന്നോട് പോകാൻ പറഞ്ഞത്, നിങ്ങളാണ് എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത്, എനിക്ക് വേണ്ടി ആദ്യമായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കിയത് നിങ്ങളാണ്, ഞാൻ ജനിച്ച ദിവസം എന്നെ കൈകളിൽ ഏറ്റുവാങ്ങിയത് നിങ്ങളാണ്. ഇതും പറഞ്ഞിട്ട് ഹീറോ വാങ്ങിച്ച ബ്രേസ്ലെറ്റ് അത് ആ പെൺകുട്ടി എടുത്ത് കാണിക്കും. ഹീറോ ഷോക്കാവും. എന്നാൽ അവന് മനസ്സിലാകും, ചോരയെ മനസ്സിലാക്കുമെന്ന് പറയില്ലേ, അതുപോലെ അവന് മനസ്സിലാവും, നീ എന്റെ പേരക്കുട്ടിയാണ്, യു ആർ മൈ ഗ്രാൻഡ് ഡോട്ടർ. അതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്, ഇതെല്ലാം നിങ്ങൾക്കറിയുമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇറ്റ്സ് ഓക്കെ, എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോയിക്കോളൂ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളഞ്ഞു, 27 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്തു, നീ ആരാണെന്നറിയാതെ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്തു, നീ പോകരുത്, അങ്ങോട്ട് പോകരുത്, തിരിച്ചു പോ, എന്നെ നീ സ്റ്റോപ്പ് ചെയ്യണം, കൊല്ലാൻ അനുവദിക്കരുത്, എന്റെ പൊന്നുമോളെ എനിക്ക് തിരിച്ചു വേണം, നിനക്കങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് കേട്ട് ആ പെൺകുട്ടി പറയും, ഇല്ല ഗ്രാൻഡ് ഡാഡി, അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അത് നമുക്ക് മാറ്റാൻ കഴിയില്ല, ഈ ട്രാവൽ വൺ വേ ട്രിപ്പാണ്, എനിക്കങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല, ഞാനത് മനസ്സിലാക്കി, എന്നാൽ അത് സംഭവിക്കാൻ പോകുന്നു, എന്റെ മരണത്തോടു കൂടെ എല്ലാം അവസാനിക്കും, കുഴപ്പമില്ല, തിരിച്ചു പോകൂ, നിങ്ങൾക്ക് ഒരുപാട് കാലം എന്റെ കൂടെ ജീവിക്കാൻ കഴിയും, എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ചെല്ലണം, ടേക്ക് കെയർ ഓഫ് മീ, എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ, വിഷമിക്കരുത്. അപ്പൊ അപ്പൂപ്പൻ കരയാണ്, എന്നോട് ക്ഷമിക്കുമോളെ, എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞു. എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പേരക്കിടാവ് അവിടുന്ന് പോയി കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എഴുതി അറിയിക്കാം. അവൾ പുറകിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് 27 വർഷത്തിന് മുന്നേ അവൾ മരണപ്പെടുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തു. അതെന്തായാലും ഇവിടെ സംഭവിച്ചതായതുകൊണ്ട് മാറ്റാനും പറ്റില്ല. ഇനിയിപ്പോ അത്രയും കാലം പേരക്കിടാവിന്റെ കൂടെ ജീവിക്കുക മാത്രമേ ഹീറോയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കഥയുടെ വാസ്തവം എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് പോയിട്ടാണ് കാണിക്കുന്നത്. അവിടെ വലിയൊരു സയന്റിസ്റ്റ് ഈ കുത്തിക്കൊല്ലാനുള്ള വെപ്പൺ നമ്മുടെ ഹീറോയിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ആ സയന്റിസ്റ്റ് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ലോകത്തിൽ വലിയ യുദ്ധം നടന്ന് ലോകം നശിച്ചു കളയും. അത് മനസ്സിലാക്കിയവര് ആ യുദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പാസ്റ്റിലേക്ക് ചെന്ന് ആ യുദ്ധത്തിന് കാരണമായ ആൾക്കാരെ കൊല്ലുകയാണ്. അങ്ങനെയാകുമ്പോൾ ഫ്യൂച്ചർ മാറുമല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ ആദ്യത്തെ ആളാണ് ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്.
ഇതിലെ ഓരോ കാലഘട്ടത്തിലേക്ക് ഇവർ ചെന്ന് ആൾക്കാരെ കൊല്ലുന്നു. എന്നാൽ ഇവിടെ ഫ്യൂച്ചറിൽ ഒരേ സമയത്താണ് ടെർമിനേഷൻ അടിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് മരണപ്പെടുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലുള്ളവർക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെ ആ വിപ്ലവകാരികളെ നേരത്തെ തന്നെ, അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊന്നു കഴിയുമ്പോൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ആ വലിയ യുദ്ധം സംഭവിക്കുന്നില്ല. ലോക സമാധാനപൂർണ്ണമാകുന്നു. അതവിടെ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കഥ, അതില് അവന്റെ മോള് പ്രസവ വാർഡിലേക്ക് ചെല്ലാണ്. കൂടെ തന്നെ ഭർത്താവുണ്ട്. സോ 2 റേസിൽപ്പെട്ട ആൾക്കാർ കൂടി വന്നതുകൊണ്ടാണ് ആ ഒരു മിക്സ്ഡ് റേസായ പേരക്കിടാവ് ഉണ്ടായത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ബൊക്കയും വാങ്ങിച്ചിട്ട് ശ്വാസം മുട്ടി ആടി വരികയാണ് ഹീറോ മോളെ കാണാൻ വേണ്ടി. അളിയൻ സ്വീകരിക്കും, കൊണ്ടുപോയി മോളെ കാണിച്ചു കൊടുക്കുന്നു. മോളുടെ കയ്യിൽ നിന്ന് ജനിച്ച പേരക്കിടാവിനെ ഏറ്റുവാങ്ങാണ് അപ്പൂപ്പൻ, ഒരു കുഞ്ഞുവാവ. അവിടെ വെച്ച് ഇൻ ദ ഷാഡോ ഓഫ് ദ മൂൺ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പടമൊക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൈക്കോ എവിടെയാണ്? ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് സൈക്കോനെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇവര് നമ്മളെ പറ്റിച്ച് വഴിതിരിച്ചു വിട്ട് വേറെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടു. നമ്മളും അറിയാണ്ട് ഇങ്ങനെ പോകായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കഥ സുലട്ടുമാല് തുടങ്ങിയിട്ട് ഞാനേ தெரியாതെ ഞാൻ സിനിമ സ്റ്റെല്ലറായിട്ട് മാറി. സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ, നല്ലതാണ്. എന്നാ പിന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then it's bye from ഒരു കഥ സുലട്ടുമാസ്.